മാങ്ങാണ്ടിയുടെ ചൈനീസ് ലൈക്ക് ഉഡായിപ്പ് കയ്യോടെ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പുതിയ അടവ് പയറ്റണം, അല്ലെങ്കിൽ പുതിയ തന്ത്രമിറക്കി മെഴുകണം. ഞാൻ മാത്രമല്ല, അവന്മാരും ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ. മാങ്ങാണ്ടി എന്ന വാക്കിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അർത്ഥമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമമെന്ന് പറഞ്ഞാൽ, തനി ഫ്രോഡ് എന്ന് വിളിക്കാം. കാര്യം, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള നടൻ അജിത്ത്, സൂര്യ, വിജയ്, കമൽഹാസൻ, രജനീകാന്തിനെ വരെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച മഹാൻ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ 100K ലൈക്കിന്റെ പിന്നിലെ ആ ഇമോജി തന്ത്രം നാട്ടുകാരുടെ മുന്നിലേക്ക് ചൈനീസ് ആയിട്ടും തായ്ലൻഡ് ആയിട്ടും ഫിലിപ്പീൻസ് ആയിട്ടുള്ള പല ഫേക്ക് ID ആണെന്ന് അറിഞ്ഞ് അതെടുത്ത് പുറത്തിട്ടപ്പോൾ നമ്മളെ കൈയോടെ പിടിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തനി ഫ്രോഡ് അങ്ങ് പുറത്തിറക്കണം. ആ ഫ്രോഡ് പുറത്തിറക്കാൻ വേണ്ടി അദ്ദേഹം ഇറക്കിയ ഒരു നമ്പർ നിങ്ങൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആ ചൈനീസ് ലൈക്ക് വെച്ച് ഇവന്റെ മൂട്ടിലിട്ട തീ, ആ തീ ചൂടടിച്ചപ്പോൾ പതുങ്ങിയിരുന്ന പെരിച്ചാഴി പുറത്ത് ചാടി പറഞ്ഞ വാചകങ്ങളിൽ ചിലത് നിങ്ങളൊന്ന് കേൾക്കും. അപ്പോഴേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ചില്ലായിട്ടിരിക്കുമ്പോഴാണ് CPM പുതിയൊരു നുണബോംബുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ CPM കുറച്ച് സൈബർ കൃമി കീടങ്ങൾ അവർ ഫേസ്ബുക്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോസ്, ആ വീഡിയോസിന് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വന്ന ലൈക്കുകളാണ്. നമുക്ക് അവിടെയും പിടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അവരുടെ ഒരു തരം മോങ്ങലാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം മൈൻഡാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ ക്രിമികീടങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മലയാളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വാർത്തയായിട്ട് വന്നു. എല്ലാ ചാനലിലും കാണുമല്ലോ ഈ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഈ സൈബർ ക്രിമികീടം അവർ ചെയ്ത പണിയായിരിക്കാം. പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ. അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആളുകൾ വന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ലൈക്കിൻ്റെ പാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM പോലെ ലൈക്ക് ഉണ്ടല്ലേ, അവരുടെ ഒരു നുണബോംബിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നേ ഉള്ളൂ. ലൈക്കിൻ്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിൻ്റെ ആ ലവ് റിയാക്ഷൻ്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷൻ്റെ പാർട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല. CPM കുറച്ച് ഫേക്ക് IDs ഉണ്ട്, അത് പോട്ടെ, സാരില്ല. പക്ഷേ കെയറിലേക്ക് വരുമ്പോൾ മാത്രം ഉണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാർ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ, പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ റേസ്. ആരാ 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 ഇവരൊക്കെ? എനിക്കും അറിയില്ല. കണ്ടല്ലോ, ഹുൻഷായ് ഹിൻഷായ് എന്നുള്ള അവന്റെ ലക്ഷക്കണക്കിനുള്ള PR ലൈക്കിനെ സംബന്ധിച്ച് അവനെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. ഇവനെ കൊണ്ട് വായിപ്പിച്ചതിന് ശേഷം ഇവന്റെ രക്ഷപ്പെടാനുള്ള ആ നമ്പർ കാണുമ്പോൾ ഓർമ്മ വന്നത് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ ജഗദീഷിന്റെ ഒരു രംഗമാണ്. ജഗദീഷ് ബുദ്ധിപരമായിട്ട് അമ്മാവന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ ഇടിച്ചു തള്ളിയിട്ടിട്ട് ഞാൻ മാത്രമല്ല അവന്മാരും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അതേ തന്ത്രം, അതായത് ഈ PR തന്ത്രം എന്റേതല്ല അവർ കൂടി ഉണ്ട് എന്ന തരത്തിൽ സുഡാപ്പി ജമാഅത്ത് ഇസ്ലാമി ടീമുകളെ രാഖി രാമാനം വിളിച്ചിരുത്തി അവർക്ക് അങ്ങോട്ട് പണം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ സൈറ്റിലേക്കും അതേ ലൈക്ക് കുത്തി നിറച്ചതിന് ശേഷം അവൻ വിദഗ്ധമായിട്ട് വന്നിരുന്ന് പറയുന്ന ഡയലോഗ് ഒന്ന് കേട്ടെ. മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിന്റെ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കെയർ സെക്ഷനിലേക്ക് ഞാൻ എടുത്തു നോക്കി. നുവാൻ ഹ്വാങ്, മസ്വാ എംബാലി, ക്വാൻ നുഹു, ക്വാച്ച് വാൻ, റഹീം ക്വാൻ, ഇവരൊക്കെ നമ്മുടെ പയ്യോളി ഏരിയ കമ്മിറ്റിയിലെ സഹാക്കന്മാരായിരിക്കും. പിന്നുണ്ട് മെഷാക് സമാരോ, റാൻ, നയിം ജി, സെൽസിക്കി, ഇവരൊക്കെ നമ്മുടെ മയ്യിൽ സഹാക്കന്മാരായതുകൊണ്ട് കുഴപ്പമില്ല. ദേ ചൈനക്കാർ, ദേ തായ്ലൻഡുകാർ. ഓ, മൂപ്പര് പിന്നെ വിശ്വ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ, ലോകമാകെ കമ്മ്യൂണിസം ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ ലൈക്ക് വരുന്നതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. വ്യാജത്തരം കാണിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് നിന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട്. നീ പറയുന്നതിനെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ ഈ നാട്ടിലുള്ള മുഴുവൻ പേരും അടിമ സുഡാപ്പികളോ മൗദൂദികളോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത യൂത്തന്മാരോ ആണോ എന്ന് കരുതരുത്. അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ മനുഷ്യർക്ക് വ്യാജനെ കുറിച്ച് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനോ പീഡന കേസിലും ഗർഭം കലക്കൽ കേസിൽപ്പെട്ട് തകർന്നിരിക്കുന്ന എന്നെ
ഞാനിത് കൃത്രിമമായിട്ട് ലൈക്ക് ഉണ്ടാക്കി എനിക്ക് പൊതുമധ്യത്തിൽ വലിയ സ്വീകാര്യതയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ നീ ചൈനീസ് ആപ്പ് വഴി ലൈക്ക് മേടിച്ച് കൂട്ടി. ആ ലൈക്ക് മേടിച്ച് കൂട്ടിയതിനെ കൈയോടെ പിടിച്ചപ്പോൾ അവർക്ക് തന്നെ പണം കൊടുത്ത് ആ മുഖ്യമന്ത്രിയുടെ പേജിന്റെ ലിങ്കും കൊടുത്തിട്ട് ലൈക്ക് അടിക്ക്. നിങ്ങൾ ആ പേജിലൂടെ ലൈക്ക് അടിക്ക്, എനിക്കൊന്ന് മെഴുകണം. ഈ നമ്പറൊക്കെ ഈ നാട്ടിൽ കുറെ കണ്ടിട്ടുണ്ട്. ഇമാതിരി ഊളത്തന്ത്രം എടുത്ത് പയറ്റി കഴിഞ്ഞാൽ നാട്ടുകാർ കരുതും അയ്യോ അവർ ചെയ്യിച്ചതാണെന്ന് അങ്ങ് കരുതിക്കോളും. ഇതൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി മോനെ. ഇനിയിപ്പോ നിന്റെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വ്യാജ ID കാർഡ് ഉണ്ടാക്കിയത് ആരാണ്? അത് CPM കാരാണെന്ന് നിനക്ക് പറയാം. കാര്യം രജനീകാന്തിനെയും സൂര്യയെയും വിജയിയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കേണ്ട ആവശ്യം CPM കാർക്കായിരുന്നല്ലോ. അതുപോലെ ഇപ്പോ ലൈക്ക് കൂടുതൽ മേടിച്ച് നിന്നെ പൊതുമധ്യത്തിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം CPM-നാണല്ലോ. എന്ത് വ്യാജത്തരം കാണിച്ച് കൈയോടെ പിടിച്ചാലും ഇത് ഞാനല്ല, ഇത് CPM കാർ. കാര്യം ഇപ്പോൾ CPM കാരാണ് ഇവന്റെ ജീവിത പ്രശ്നം. അവരില്ലെങ്കിൽ ഇവൻ തീരുന്ന ഒരു അവസ്ഥയുണ്ടാകും. കാര്യം ഈ നാട്ടിൽ കുറെ ഇടതു വിരോധരും പിണറായി വിരോധരെയൊക്കെ സംതൃപ്തിപ്പെടുത്തിയും അവർക്ക് മനസ്സിന് കുളിർമ കൊടുത്തുവാണല്ലോ ഇവനെന്ന കപടൻ, ഇവനെന്ന വ്യാജൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നലകളിൽ അവന്റെ ലൈക്കിനെ സംബന്ധിച്ചുള്ള വ്യാജത്തരം കൈയോടെ പിടിച്ചപ്പോൾ അത് പിണറായി വിജയന്റെ പേജിലൂടെ ലൈക്ക് അടിപ്പിച്ചതിന് ശേഷം ഇതാ ഞാൻ മാത്രമല്ല അവരും ഉണ്ടെന്നൊക്കെ നീ പറയാൻ ശ്രമിക്കുമ്പോൾ നീ അടിമുടി ഉടായിപ്പാണെന്ന്, നീ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുമെന്നും നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് നിന്റെ ലൈക്ക് തണ്ടൽ പരിപാടി പിണറായി വിജയൻ ആവശ്യമില്ല. ആ പരിപാടി നടത്തി ഞാനൊരു സംഭവമാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നും ആ തിരിച്ചുവരവ് ആർക്കാണ് ആവശ്യമെന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പൊന്നു വ്യാജ, നിന്റെ ഇത്തരം നമ്പർ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി.